ഇതാണ് എൻ്റെ വസിയത്ത്, എൻ്റെ അവസാന സന്ദേശം. ഈ വാക്കുകൾ നിങ്ങളിൽ എത്തുകയാണെങ്കിൽ എന്നെ കൊല്ലുന്നതിലും എന്നെ നിശബ്ദമാക്കുന്നതിലും ഇസ്രായേൽ വിജയിച്ചു എന്നറിയുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും സമാധാനവും കാരുണ്യവും നിങ്ങളിലുണ്ടാവട്ടെ. ജബാലിയ അഭയാർത്ഥി ക്യാമ്പിലെ ഇടവഴികളിൽ ഞാൻ ജനിച്ചു വീണ കാലം മുതൽ എൻ്റെ ജനതയുടെ ശബ്ദമാകാനും അവരെ നിരുപാധികം പിന്തുണയ്ക്കാനും ഞാൻ എൻ്റെ എല്ലാ പരിശ്രമവും ശേഷിയും ഉപയോഗിച്ചുവെന്ന് അള്ളാഹുവിനറിയാം. എൻ്റെ കുടുംബത്തോടും പ്രിയപ്പെട്ടവരോടുമൊപ്പം ഞങ്ങളുടെ യഥാർത്ഥ ജന്മനാടായ അധിനിവിഷ്ട അഷ്കലോണിലേക്ക് മടങ്ങാൻ കഴിയും വിധം അള്ളാഹു എനിക്ക് ആയുസ് നീട്ടി നൽകുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം പരമോന്നതമായിരുന്നു, അവൻ്റെ വിധി അന്തിമവും. പലതരത്തിലുള്ള വേദനകൾ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. യാതനകളും നഷ്ടങ്ങളും ആവർത്തിച്ചനുഭവിച്ചിട്ടുണ്ട്. എങ്കിലും വ്യാജമോ വളച്ചൊടിക്കലോ ചേർക്കാതെ സത്യം അതേപടി അറിയിക്കാൻ ഞാൻ ഒരിക്കലും മടിച്ചിട്ടില്ല. ഞങ്ങളെ കൊല്ലുന്നതിനോട് ക്രൂരമായ മൗനം പാലിച്ചവർക്കും പല രൂപത്തിൽ അതിനെ അംഗീകരിച്ചവർക്കും ഞങ്ങളെ ശ്വാസം മുട്ടിച്ചവർക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും ശരീരാവശിഷ്ടങ്ങൾ കണ്ട് ഹൃദയം നുറുങ്ങാത്തവർക്കും 1.5 വർഷത്തിലേറെയായി ഞങ്ങളുടെ ജനത അനുഭവിച്ചു വരുന്ന നിഷ്ഠൂരമായ കൂട്ടക്കൊല അവസാനിപ്പിക്കാത്തവർക്കുമെതിരെ അള്ളാഹു സാക്ഷിയാകട്ടെ. ലോക മുസ്ലിങ്ങളുടെ കിരീടത്തിലെ രത്നവും ലോകത്തിലെ ഓരോ വ്യക്തിയുടെയും ഹൃദയമിടിപ്പുമായ ഫലസ്തീനെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. സമാധാനത്തോടെ ജീവിക്കാനും സുന്ദരമായ സ്വപ്നങ്ങൾ കാണാനും ആയുസ് നിഷേധിക്കപ്പെട്ട ഫലസ്തീനി ജനതയെയും അടിച്ചമർത്തപ്പെട്ട ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. ടൺ കണക്കിന് ഇസ്രായേലി ബോംബുകളും മിസൈലുകളുമേറ്റ് പരിശുദ്ധമായ ആ പിഞ്ചു ശരീരങ്ങൾ ഛിന്നഭിന്നമായി ഗസയുടെ തകർന്ന ചുവരുകളിൽ ചിതറിക്കിടക്കുന്നുണ്ട്. നിയന്ത്രണങ്ങളാൽ നിശബ്ദരാകരുതെന്നും അതിർത്തികളാൽ നിഷ്ക്രിയരാവരുതെന്നും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. തട്ടിയെടുക്കപ്പെട്ട നമ്മുടെ നാട്ടിൽ ആത്മാഭിമാനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും സൂര്യൻ പ്രകാശിക്കുന്ന കാലം വരുവോളം രാജ്യത്തിന്റെയും ജനതയുടെയും വിമോചന വഴിയിലെ പാലങ്ങളാവുക. എൻ്റെ കുടുംബത്തെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മകൾ ശ്യാം, ഞങ്ങളുടെ കൺകുളിർമ. ഞാൻ സ്വപ്നം കണ്ടതുപോലെ അവൾ വളരുന്നത് കാണാൻ കഴിയില്ല എനിക്ക്. എൻ്റെ പ്രിയപ്പെട്ട മകൻ സ്വാലിഹിനെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. അവൻ വളർന്ന് കരുത്തനാകുന്നതുവരെ അവന് താങ്ങും കൂട്ടുമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ അവൻ എൻ്റെ ഭാരങ്ങൾ വഹിക്കുകയും തൻ്റെ ദൗത്യം പൂർത്തിയാക്കുകയും ചെയ്യണമെന്ന്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. അവരുടെ പ്രാർത്ഥനകൾ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ നിലയിലെത്തിയത്. ആ പ്രാർത്ഥനകൾ എൻ്റെ വഴികളിലെ വെളിച്ചവും പ്രയാസങ്ങളിലെ പരിചയവുമായിരുന്നു. അവരുടെ ഹൃദയത്തിന് സ്ഥൈര്യം നൽകാനും എൻ്റെ പേരിൽ അവർക്ക് സമൃദ്ധമായി പ്രതിഫലം നൽകാനും ഞാൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിത സഖി ഉമ്മു സലാഹ് ബയാനെയും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. യുദ്ധം ഞങ്ങൾക്ക് ദിവസങ്ങളും മാസങ്ങളും നീണ്ട വേർപാട് സമ്മാനിച്ചു. പക്ഷേ അവൾ തൻ്റെ കരാർ പൂർത്തീകരിച്ചു. ക്ഷമയും പ്രതിഫലേച്ഛയും കൈമുതലാക്കി വളയാത്ത ഒലീവ് മരം പോലെ നിവർന്നു നിന്നു. എൻ്റെ അഭാവത്തിൽ അവൾ കരുത്തോടെയും വിശ്വാസദാർഢ്യത്തോടെയും അമാനത്ത് ശിരസാവഹിച്ചു. സർവശക്തനായ അള്ളാഹുവിന് ശേഷം അവളുടെ സംരക്ഷണം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ തത്വങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ മരിക്കും. അള്ളാഹുവിൻ്റെ വിധിയിൽ ഞാൻ സംതൃപ്തനാണെന്നും അവനെ കണ്ടുമുട്ടുന്നതിൽ തീർച്ചയുണ്ടെന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്കുള്ളത് കൂടുതൽ മികച്ചതും എന്നെന്നും നിലനിൽക്കുന്നതുമാണെന്ന് ഉറപ്പുണ്ടെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അള്ളാഹുവേ, ശുഹദാക്കളുടെ കൂട്ടത്തിൽ എന്നെ സ്വീകരിക്കണമേ. എനിക്ക് സംഭവിച്ചതും സംഭവിക്കാനുള്ളതുമായ പാപങ്ങൾ പൊറുക്കണമേ. എൻ്റെ രക്തസാക്ഷ്യം എൻ്റെ ജനത്തിനും കുടുംബത്തിനും സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി തെളിക്കുന്ന പ്രകാശമാക്കണമേ. എനിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ ഉടമ്പടി നിറവേറ്റിയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും മാറുകയോ മാറ്റുകയോ ചെയ്തിട്ടില്ല. ഗസയെ നിങ്ങൾ മറക്കരുത്. എൻ്റെ പാപമോചനത്തിനും ഞാൻ സ്വീകരിക്കപ്പെടുവാനും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ മറക്കരുത്. അനസ് ജമാൽ അഷരീഫ്.